ടോണി അച്ചായൻ വിവാദം, ലൈഫ് മിഷൻ തട്ടിപ്പ്, വ്യാജ ചാരിറ്റി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഫേസ്ബുക്ക് ടൈംലൈനിലും ഈ വാക്കുകൾ കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. എല്ലാവരും ടോണി അച്ചായനെപ്പറ്റി സംസാരിക്കുന്നു. ചിലർ ആക്രോശിക്കുന്നു, ചിലർ പ്രതിരോധിക്കുന്നു, 10 പേര് 10 കഥ പറയുന്നു. എന്നാൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലേ? എന്താണ് ഈ വിവാദം? ആരാണ് ഈ ടോണി അച്ചായൻ? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കോളിളക്കം? നിങ്ങൾക്കായി ഈയൊരു വീഡിയോയിൽ മുഴുവൻ കഥയും എ മുതൽ സെഡ് വരെ വിശദമാക്കാം. ആരാണ് ടോണി അച്ചായൻ? എങ്ങനെയാണ് അദ്ദേഹം ചാരിറ്റി കിങ്ങായി മാറിയത്? ലൈഫ് മിഷൻ വിവാദം എന്താണ്? വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഗുരുതരമായ ആരോപണങ്ങൾ, എല്ലാം വിശദമായി ഈ മുഴുവൻ വിവാദവും ക്ലിയറായി മനസ്സിലാക്കാം. തുടങ്ങാം. ആദ്യം മനസ്സിലാക്കാം, ആരാണ് ഈ ടോണി അച്ചായനെന്ന്. ടോണി അച്ചായൻസ് ഗോൾഡ് എന്ന സ്വർണ്ണക്കച്ചവട ശൃംഖലയുടെ ഉടമയാണ്. കേരളത്തിൽ ഒട്ടേറെ ജ്വല്ലറികൾ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ ബിസിനസ്സുകാരനായിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചുകാലമായി സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറി. കാരണം അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. ടോണി അച്ചായൻ ഒരു വലിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തി തന്റെ 40 സ്വർണ്ണക്കടകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് 40 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന്. വീഡിയോകളിൽ കണ്ണീരൊഴുക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ, എമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, താക്കോൽ കൈമാറ്റം, അച്ചായനാണ് ഞങ്ങളുടെ ദൈവം എന്ന ഡയലോഗുകൾ. ഇതെല്ലാം കേരളീയരുടെ ഹൃദയം സ്പർശിച്ചു. വീഡിയോകൾ വൈറലായി, ലക്ഷക്കണക്കിന് ഷെയറുകളും കമന്റുകളും. ടോണി അച്ചായൻ കേരളത്തിന്റെ ചാരിറ്റി കിങ്ങായി. അദ്ദേഹത്തിന്റെ ജ്വല്ലറികൾക്ക് മഹാപ്രചാരണം. എല്ലാം പെർഫെക്റ്റായി നടന്നു. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ തിരിഞ്ഞു. എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു വീട് ഈ മുഴുവൻ കഥയും മാറ്റിമറിച്ചു. ടോണി അച്ചായൻ തന്റെ 31ാമത്തെ ചാരിറ്റി വീഡിയോ പുറത്തിറക്കി. മുരുകൻ ചേട്ടൻ എന്ന പ്രായമായ ദമ്പതികൾക്ക് താൻ വീട് നിർമ്മിച്ചു നൽകിയെന്ന്. ഈ കുടുംബം കുടിലിൽ കഴിയുകയായിരുന്നു. അവരെ നോക്കാൻ ആരുമില്ല. ഞാൻ അവർക്കൊരു പുതിയ ജീവിതം സമ്മാനിച്ചു. ഇതായിരുന്നു അച്ചായന്റെ സന്ദേശം. വീഡിയോ കണ്ട് ആയിരങ്ങൾ വികാരാധീനരായി. പക്ഷേ രജനീഷ് ബ്രോ എന്ന യൂട്യൂബർ ഇതേ കുടുംബത്തെ സന്ദർശിച്ച് അഭിമുഖം നടത്തി. അവിടെ നിന്നാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. കുടുംബം തന്നെ പറഞ്ഞു, ഈ വീടും സ്ഥലവും ഞങ്ങൾക്ക് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് കിട്ടിയത്. ലൈഫ് മിഷൻ എന്നത് കേരള സർക്കാരിന്റെ ഭവന പദ്ധതിയാണ്. ഭൂരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി. സർക്കാർ പണമാണ് ഇതിലുപയോഗിക്കുന്നത്. അതായത് സർക്കാർ നിർമ്മിച്ച വീട് ടോണി അച്ചായൻ സ്വന്തം പേരിൽ ക്ലെയിം ചെയ്ത് പ്രൊമോഷൻ നടത്തി. സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിച്ചു. ആളുകൾ രോഷാകുലരായി. സർക്കാർ പണം കൊണ്ട് നിർമ്മിച്ച വീട് സ്വന്തം ജ്വല്ലറി പരസ്യത്തിന് ഉപയോഗിക്കുകയാണോ എന്ന ചോദ്യം. ആരോപണങ്ങൾക്ക് മറുപടിയായി ടോണി അച്ചായൻ വീഡിയോ ഇറക്കി. അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു: സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വീടിന്റെ അടിസ്ഥാന നിർമ്മാണം മാത്രമേ ചെയ്തുള്ളൂ. തറവര മാത്രം. പണം തികയാത്തതുകൊണ്ട് വീട് അപൂർണമായി കിടന്നു. ടൈൽസ് ഇല്ല, പെയിന്റിംഗ് ഇല്ല, ജനലും വാതിലുമില്ല. കുടുംബത്തിന് അതിൽ താമസിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ 4.5 മുതൽ 5 ലക്ഷം രൂപ മുടക്കി വീട് പൂർത്തീകരിച്ചു. ടൈലിംഗ്, പെയിന്റിംഗ്, ജനൽ, വാതിൽ, ഇലക്ട്രിക് വർക്കെല്ലാം ഞാൻ ചെയ്തു. അങ്ങനെയാണ് വീട് താമസയോഗ്യമാക്കിയത്. കരാർ രേഖകളും കോൺട്രാക്ടർമാർക്ക് നൽകിയ പണത്തിന്റെ രസീതുകളും അദ്ദേഹം കാണിച്ചു. എന്നാൽ വിമർശകർ ചോദിച്ചു, ശരി, നിങ്ങൾ ഫിനിഷിംഗ് വർക്കിന് പണം നൽകിയെന്ന് സമ്മതിക്കാം. പക്ഷേ എന്തുകൊണ്ട് ആദ്യ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞില്ല? സർക്കാർ സംഭാവനയെക്കുറിച്ച് ഒരു വാക്കുപോലുമില്ലാതെ വീട് മുഴുവൻ താനാണ് നിർമ്മിച്ചത് എന്ന ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് സർക്കാർ പദ്ധതി ഹൈജാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കലല്ലേ? സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും മറ്റുള്ളവരും ഇക്കാര്യം ശക്തമായി വിമർശിച്ചു. ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ സത്യം മറച്ചുവെച്ച് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യരുത് എന്നായിരുന്നു സാരം. ലൈഫ് മിഷൻ വിവാദം മാത്രമായിരുന്നില്ല. ടോണി അച്ചായന്റെ മറ്റ് വീഡിയോകളുടെയും ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ കോൺട്രോവേഴ്സി ഉണ്ടാക്കിയത് ബിരിയാണി ലേഡി കേസാണ്. അച്ചായന്റെ വീഡിയോയിൽ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി അവരുടെ ഭർത്താവും മകനും ക്യാൻസർ രോഗികളാണെന്ന്, കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വൈകാരികമായി അവതരിപ്പിച്ചു. എന്നാൽ അവരുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തി, ഭർത്താവ് മരിച്ചത് ക്യാൻസർ കൊണ്ടല്ല, മൂത്ത മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു. മുഴുവൻ കഥയും വ്യാജമാണ്. ഇതിലും ഞെട്ടിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ കളവ്. വീഡിയോയിൽ തെളിവായി കാണിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 19 വയസ്സുള്ള മകനെ 4 വയസ്സുകാരനായി രേഖപ്പെടുത്തിയിരുന്നു. സൂക്ഷ്മപരിശോധനയിൽ കണ്ടത് 2011 പഴയ സർട്ടിഫിക്കറ്റിലെ തീയതി മായ്ച്ച് 2023 എന്ന് തിരുത്തിയെഴുതിയതാണ്. അതായത് ഫേക്ക് മെഡിക്കൽ ഡോക്യുമെന്റ് ഉപയോഗിച്ച് എമോഷണൽ വീഡിയോ നിർമ്മിച്ചുവെന്നാണ് ആരോപണം.
പാവപ്പെട്ടവരുടെ യഥാർത്ഥ ദുരിതങ്ങൾ സോഷ്യൽ മീഡിയ വ്യൂസിനും ലൈക്കുകൾക്കുമായി സ്ക്രിപ്റ്റിട്ട് അഭിനയിപ്പിക്കുകയാണോ എന്ന സംശയം ശക്തമായി. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും: ഇത് സാധാരണ ചാരിറ്റിയല്ല, വളരെ കാൽക്കുലേറ്റഡ് PR സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്കറിയാമോ, ടോണി അച്ചായൻ ഈ ചാരിറ്റി വീഡിയോകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി മെറ്റ ആഡ്സായി റൺ ചെയ്യുന്നു. ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് ഉപയോഗിച്ച് പ്രത്യേക ഡെമോഗ്രാഫിക്സിലേക്ക് റീച്ച് ചെയ്യുന്നു. ഇതിലും അത്ഭുതകരം, കോട്ടയം ജില്ലയിലെ സിനിമാ തിയേറ്ററുകളിൽ ഈ ചാരിറ്റി വീഡിയോകൾ അച്ചായൻസ് ഗോൾഡിന്റെ പരസ്യമായി പ്രദർശിപ്പിക്കുന്നു. മനസ്സിലായോ സ്ട്രാറ്റജി? പാവപ്പെട്ടവരുടെ കണ്ണീരും വേദനയും ഉപയോഗിച്ച് ഇമോഷണൽ കണക്ഷൻ സൃഷ്ടിക്കുക, അത് ബ്രാൻഡ് ലോയൽറ്റിയാക്കി മാറ്റുക. ജനങ്ങൾ അച്ചായൻസ് ഗോൾഡിൽ നിന്ന് സ്വർണം വാങ്ങുക. നന്മ ഒരു മാർക്കറ്റിംഗ് ടൂളായി ഉപയോഗിക്കുമ്പോൾ അത് എക്സ്പ്ലോയിറ്റേഷനാണ്. യഥാർത്ഥ ചാരിറ്റി നിശബ്ദമായി ചെയ്യുന്നതാണ്. BGM ഇട്ട് PR ടീം ചമച്ച സ്ക്രിപ്റ്റഡ് നാടകങ്ങളല്ല. സാമ്പത്തിക വിവാദങ്ങൾക്കപ്പുറം വളരെ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വോയിസ് റെക്കോർഡിംഗ്സ് പ്രകാരം ചില പെൺകുട്ടികളോടും കോളേജ് വിദ്യാർത്ഥിനികളോടും രാത്രികാലങ്ങളിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണം. ഒരു ആങ്കർ പരസ്യമായി തന്റെ മോശം അനുഭവം പങ്കുവച്ചു. സ്വർണം വിൽക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയ ശേഷം അനുചിതമായി പെരുമാറിയെന്ന ആരോപണം. ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ സ്വതന്ത്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം സീരിയസ് അലിഗേഷൻസ് നന്മയുടെ മുഖംമൂടിക്ക് പിന്നിലുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമാണ്. ആരോപണങ്ങൾ തലയ്ക്കു മുകളിലെത്തിയപ്പോൾ ടോണി അച്ചായൻ വീണ്ടും ഇമോഷണൽ കാർഡ് കളിച്ചു. താൻ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നിർത്തുകയാണെന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചു. സൈബർ അറ്റാക്ക്, ഹരാസ്മെന്റ് എല്ലാം പരാതിപ്പെട്ടു. വിമർശകർ പറയുന്നത് ഇതും മറ്റൊരു PR ഡ്രാമ ആണെന്ന്. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വെല്ലുവിളിച്ചു ബാക്കി 39 വീടുകളുടെയും വ്യക്തമായ ഡോക്യുമെന്റേഷൻ തെളിവുകളോടെ പുറത്തുവിടാൻ. BGM ഇല്ലാതെ, സ്ക്രിപ്റ്റില്ലാതെ. നോക്കൂ, ഇതാണ് മുഴുവൻ കഥ. ടോണി അച്ചായൻ കോൺട്രവേഴ്സി കംപ്ലീറ്റ് പിക്ചർ. ചാരിറ്റി ചെയ്യുന്നത് തീർച്ചയായും മഹത്തരമാണ്. എന്നാൽ അത് ബിസിനസ് പ്രമോഷനായോ സർക്കാർ പദ്ധതികൾ ഹൈജാക്ക് ചെയ്യാനോ ഉള്ള മറയാകരുത്. പാവപ്പെട്ടവരുടെ കണ്ണീരിന് ക്ലാരിറ്റി വേണം, ക്യാമറാസും BGMഉം സ്ക്രിപ്റ്റഡ് ഇമോഷൻസുമല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടോണി അച്ചായൻ യഥാർത്ഥ നന്മ നായകനാണോ അതോ PR മാസ്റ്ററാണോ? കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ തോട്ട്സ് പങ്കുവയ്ക്കൂ. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.